വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ചർച്ചയായ ഒരു സംഭവമാണ് പോലീസിൽ പച്ചവെളിച്ചം. എന്നാൽ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് അവരെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന ഒരു ചർച്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണല്ലോ പുതിയ വിവരങ്ങൾ. കൊച്ചിയുമായി ബന്ധപ്പെട്ട് SDPI നേതാവിന് തന്നെ ഈ പോലീസ് സേന അംഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്യാൻറ്റീൻ കാർഡ് അദ്ദേഹം കാർഡുമായി അദ്ദേഹം ഇവിടെ എത്തി ക്യാൻറ്റീനിലെത്തി TV വാങ്ങാനുള്ള ശ്രമമാണ്. അത്രയ്ക്ക് സ്വാധീനമുണ്ടോ ഇക്കാലത്തും? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ അതിനെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു നിസ്സാരമല്ല, ഒരു പോലീസുകാരൻ്റെ, അതും സ്പെഷ്യൽ ബ്രാഞ്ചിൽ ASI ആയിരിക്കുന്ന സലീം എന്ന വ്യക്തിയുടെ ഈ ക്യാൻറ്റീൻ കാർഡ് ഉപയോഗിച്ച് ഒരു SDPI നേതാവ്, അറിയപ്പെടുന്ന ഒരു SDPI നേതാവ് VK ഷൗക്കത്ത് അലി, അയാൾ ഒരു TV വാങ്ങി എന്നാണ്. അപ്പം നമുക്കറിയാം ഈ ക്യാൻറ്റീൻ കാർഡിൽ ആരാണോ ആ കാർഡിൻ്റെ ഉടമസ്ഥൻ എന്ന് വെച്ചാൽ പോലീസ് സേനയിലുള്ളവർക്ക് മാത്രമേ ഈ കാർഡ് കിട്ടുള്ളൂ. ആ സേനാംഗത്തിന്റെ പടം, കുടുംബാംഗങ്ങളുടെ പണം, ഈ ഇത്രയും പേരുടെ പടമാണ് അതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ കാർഡ് സ്കാൻ ചെയ്യുന്ന അവസരത്തിൽ ഈ കൊണ്ടുവരുന്ന കാർഡുമായിട്ട് വരുന്നയാള് ഒന്നുകിൽ ഈ സേനാംഗമായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ആയിരിക്കണം. അതല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് ഈ കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കില്ല. കാരണം വളരെ വിലക്കുറവിലാണ് സാധനങ്ങൾ കിട്ടുന്നത്. അത് ഒരു വലിയ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇവിടെ അത് വളരെ കൃത്യമായിട്ട് ഒരു TV വാങ്ങാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ദുരുപയോഗം ചെയ്യപ്പെട്ടതാണോ, അതോ അതിനപ്പുറത്ത് വല്ല ആ കേസിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. കാരണം ഇത്തരത്തിൽ ഈ ക്യാൻറ്റീൻ കാർഡുമായിട്ട് ഈ ഷൗക്കത്ത് അലി എന്ന SDPI നേതാവ് പോലീസ് ക്യാൻറ്റീനിലെത്തി TV വാങ്ങി, അതിന്റെ ബില്ല് ഉൾപ്പെടെ അയാൾക്ക് കിട്ടി. ആ വാങ്ങിയപ്പോൾ ആ സമയത്ത് അവിടെ ഒരു കേന്ദ്ര സർവീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ സംശയം തോന്നി ഇയാളെ കുറിച്ച് അന്വേഷിച്ച് ബില്ല് വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഏറ്റവും ദാരുണവും അത്യന്തം നമ്മളെ ഭയപ്പെടുത്തുന്നതുമായ ഒരു സംഭവം, ഈ SDPI നേതാവ് എങ്ങനെ ഈ ക്യാൻറ്റീനുള്ളിൽ പ്രവേശിച്ചു എന്നാണ്. കാരണം ചേട്ടാ പറയുമ്പോൾ സ്കാൻ ചെയ്ത് ബാക്കിയുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കുമല്ലോ ഇദ്ദേഹം അകത്ത് കടത്തുന്നത്. അത് മറികടന്നുകൊണ്ട് ഇയാൾ എങ്ങനെ അകത്ത് കയറി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ NIA, IB പോലെയുള്ള ഏജൻസികൾ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേരള പോലീസിനോട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും സുരക്ഷയുള്ള ഈ പറഞ്ഞതുപോലെ ഈ കാർഡ് ഉപയോഗിച്ച് വേറെ ആർക്കും സാധനം വാങ്ങാൻ സാധിക്കില്ല. അങ്ങനെയുള്ളൊരു കാർഡുമായിട്ട് വന്ന് ഇതിൽ പെടാത്ത ഒരാൾ, അതും ഒരു സംശയദൃഷ്ടിയോടുകൂടി ആൾക്കാർ, ഏജൻസികൾ വീക്ഷിക്കുന്ന, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടന, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഒരു വിധ്വംസക തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ് എന്ന ആരോപണം നേരിടുന്ന സംഘടന, അതാണ് SDPI. ആ SDPIയുടെ നേതാവ് ഇത്തരത്തിൽ ഒരു കാർഡുമായിട്ട് അതിനകത്ത് എങ്ങനെ കടന്നുകൂടി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം എല്ലാ സുരക്ഷയും ഭേദിച്ച് നമുക്കറിയാം ഇതൊക്കെ ഈ പോലീസ് ക്യാൻറ്റീനിലൂടെ മനസ്സിലാക്കുന്നത് ഇക്കാലത്തും പച്ചവെളിച്ചം വളരെ സജീവമാണ്. അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് സേനയ്ക്കുള്ളിൽ ഈ പറയുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയെയും പിന്തുണയ്ക്കുന്ന ഈ പച്ചവെളിച്ചം എന്ന ആ വാട്സാപ്പ് ഗ്രൂപ്പ്, ആ കൂട്ടായ്മ വളരെ സജീവമായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നു എന്നാണ്. അത് പേരിന് പച്ചവെളിച്ചം പിരിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ പുറത്തു വന്നെങ്കിലും അതിലുപരിയായിട്ട് വകുപ്പ് തല അന്വേഷണമൊക്കെ DGP തൊട്ട് ഇങ്ങോട്ട് താഴോട്ടൊക്കെ നടത്തി. പക്ഷെ ആർക്കെതിരെയും നടപടിയൊന്നും ഉണ്ടായില്ല. ചിലരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടെത്തി, ചിലരുടെ പേരുകളൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചിലരെയൊക്കെ സ്ഥലം മാറ്റി, തൊടുപുഴ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കുറെ ആൾക്കാരെ സ്ഥലം മാറ്റി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ ഈ സാധനം ഇപ്പോഴും സജീവമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നടക്കുന്ന സംഭവങ്ങൾ അത്തരത്തിലുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥൻ, കേന്ദ്ര സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹമാണ് ഈ വിവരം ഈ പറയുന്ന SDPI നേതാവ് ക്യാൻറ്റീനിൽ കടന്നുകൂടി TV വാങ്ങി എന്നുള്ള വിവരം എറണാകുളം റൂറൽ SPയെ അറിയിക്കുന്നത്. വൈഭവ് സക്സേനയെ അദ്ദേഹമാണ് അറിയിക്കുന്നത്. അദ്ദേഹം കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് CCTV പരിശോധിച്ചു. ആൾമാറാട്ടം കയ്യോടെ പിടികൂടി. എന്നിട്ടാണ് സലീമിനെ സസ്പെൻഡ് ചെയ്തത്. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ സലീമിനെ സസ്പെൻഡ് ചെയ്യാൻ SP നിർദ്ദേശം കൊടുത്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ്.
അപ്പൊ തനിക്കുള്ള സമ്മാനം നേരിട്ട് വാങ്ങാൻ ഇയാൾക്ക് എന്ത് സമ്മാനം ഈ പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് ആര് കൊടുക്കുന്നു സമ്മാനം? ഈ സമ്മാനം നേരിട്ട് വാങ്ങാൻ വന്നതാണ്. അങ്ങനെ നേരിട്ട് വാങ്ങാൻ പറഞ്ഞാണ് ഈ കാർഡ് ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പോലീസ് ക്യാൻറ്റീനിൽ വന്നതെന്നാണ് ഷൗക്കത്ത് അലിയുടെ വിശദീകരണം. അത് പോലീസ് കണ്ണുമടച്ച് വിശ്വസിക്കാൻ തയ്യാറല്ല. കൂടുതൽ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. സലീം കൊടുത്തിരിക്കുന്ന വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, ഈ കാർഡ് ഞാൻ എൻ്റെ അനുജന് കൊടുത്തിരുന്നു, സഹോദരന് കൊടുത്തിരുന്നു, സഹോദരന്റെ കയ്യിൽ നിന്നാണ് ഇയാൾ എങ്ങനെയോ ഇത് കൈക്കലാക്കിയത് എന്നാണ് പറയുന്നത്. നോക്കൂ, എത്ര നിരുത്തരവാദപരമായിട്ടാണ്. അതും സ്പെഷ്യൽ ബ്രാഞ്ച് ASI പറയുന്ന വിശദീകരണം, കൊടുത്തിരിക്കുന്ന വിശദീകരണമാണ്. എത്ര നിരുത്തരവാദപരമാണ്. പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ രഹസ്യമായി വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് അത് കൈമാറ്റം ചെയ്യണം. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനിൽ തുടങ്ങി, ഒരു പോലീസ് ഔട്ട് പോസ്റ്റിൽ പോലും തുടങ്ങി അങ്ങ് ഇന്റലിജൻസ് ADGP വരെ നീളുന്ന ഒരു ശൃംഖലയാണത്. ആ ശൃംഖലയ്ക്ക് ഉള്ളിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും അതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനിൽ നിന്ന് എന്തൊക്കെ രഹസ്യങ്ങൾ ചോർന്നിരിക്കും, എന്തൊക്കെ കാതലായ. പണ്ട് തന്നെ ഒരു കേസുണ്ടല്ലോ, പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് ചില കൊലപാതക കേസുകളിൽ പ്രതിയെ സഹായിക്കാൻ പല പോലീസുകാർ ഇടപെട്ടിട്ടുണ്ട്. കുറ്റപത്രത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. പല കേസുകളിലും ഈ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടുകാരെയും SDPI-കാരെയും ഒക്കെ രക്ഷിക്കാൻ ഈ സേനയ്ക്കുള്ളിൽ നിന്ന് വലിയ ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് പുറത്തു വന്ന വാർത്തകളാണ്. എന്തായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് എറണാകുളം റൂറൽ SP വകുപ്പ് തല അന്വേഷണം നടത്തി കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട നടപടികളും മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. ഈ ഉദ്യോഗസ്ഥൻ മറ്റേതെങ്കിലും തരത്തിൽ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലെ രഹസ്യങ്ങൾ അത്തരത്തിൽ കൈമാറിയിട്ടുണ്ടോ? നമുക്കറിയാം, പണ്ട് ഹിന്ദു സംഘടനാ നേതാക്കളെ ലിസ്റ്റ് ഇട്ട് നമ്പറിട്ട് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി പിന്നെ പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയിരുന്നു. അത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നു. അന്ന് അവർക്ക് ഈ ഹിന്ദു സംഘടനാ നേതാക്കളുടെ വിവരങ്ങൾ ലഭിച്ചത് ഈ തൊടുപുഴ കേന്ദ്രീകരിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നായിരുന്നു. തൊടുപുഴ കേന്ദ്രീകരിച്ച് പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് വിങ്ങിൽ നിന്നും രഹസ്യങ്ങൾ ചോർന്നു എന്നാണ് പിന്നീട് പോലീസ് തന്നെ കണ്ടെത്തിയത്. നമുക്കറിയാം, വളരെ 2012 ഇതുപോലെ ഇമെയിൽ, ഒരു വ്യാജ ഇമെയിൽ ഉണ്ടാക്കി അയച്ചു. ഈ 258 പേരുടെ ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യാൻ കേന്ദ്ര മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ട്, DGP-യുടെയും ഇന്റലിജൻസ് ADGP-യുടെ ഒക്കെ ഓഫീസിൽ നിന്ന് നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ ഇമെയിൽ ഉണ്ടാക്കി അത് ചോർത്തി ബിജു സലീം എന്ന് പറയുന്ന ഒരു SI അന്ന് കേസിൽ പ്രതിയായി. പിന്നീട് അയാളെ സേനയിൽ നിന്ന് പുറത്താക്കി. അത് 2012 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു അത്. അന്ന് തുടങ്ങി ഈ 2025 എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയതിൽ നിന്ന് വലിയ, അന്നൊരു വ്യാജ ഇമെയിൽ ഉണ്ടാക്കി വ്യാജ ഒരു ഫോൺ ടാപ്പ് ചെയ്യാനായിട്ട് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടെന്നുള്ള ഒരു വ്യാജ ഉത്തരവൊക്കെ ഉണ്ടാക്കി അതാണ് പങ്കുവെച്ചതെങ്കിൽ, ഇന്ന് പോലീസിൽ ഉപയോഗിക്കേണ്ട, ഒരു പോലീസ് സേനാംഗം ഉപയോഗിക്കേണ്ട ക്യാൻറ്റീൻ കാർഡ് ആ ആളിൽ നിന്നും അയാളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, അയാളുടെ കുടുംബാംഗമല്ലാത്ത ഒരാളിന്റെ കൈവശം അത് എത്തി നിൽക്കുന്നു. അപ്പോൾ എത്രത്തോളം ഒരു TV ആണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. ചേട്ടാ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈനികരുടെ നിർണായക വിവരങ്ങൾ ചോർന്നിട്ടുണ്ടെങ്കിൽ, സേനാംഗങ്ങളുടെ നിർണായക വിവരങ്ങൾ ചോർന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഇവിടെയൊക്കെ പലപ്പോഴും ഈ രഹസ്യമായി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ പുറത്ത് അധികം നമുക്കറിയാം, ഈ പോലീസിൽ ഷാഡോ ചെയ്യുക എന്നൊരു രീതിയുണ്ട്. അവർ ഏതെങ്കിലും ഒരു കുറ്റവാളിയെ, ഒരു പ്രതിയെ എന്ന് സംശയിക്കപ്പെടുന്ന ഒരാളിനെ രഹസ്യമായിട്ട് നിരീക്ഷിക്കും. ആ നിരീക്ഷിക്കുന്നത് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരാണ് അത് ചെയ്യുന്നത്. അവരാണ് രഹസ്യമായിട്ട് ഇവരെ പിന്തുടരുക. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഈ പരോളിൽ ഇറങ്ങിയ പ്രതി മുങ്ങി, ആ പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതിയുടെ ഭാര്യ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു. കാരണം ഈ പരോളിൽ ഇറങ്ങി മുങ്ങിയ പ്രതി തീർച്ചയായിട്ടും ഭാര്യയെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്ത് ചെയ്യും? ഈ ഭാര്യയെ ഷാഡോ ചെയ്യും, അവരുടെ പിന്നാലെ രഹസ്യമായിട്ട് അവരെ പിന്തുടരും. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വിഭാഗമാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച്. ആ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണ് ഈ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എറണാകുളം റൂറൽ SP അടക്കമുള്ളവർ
വളരെ കർശനമായ നടപടികളിലേക്ക് കടക്കും എന്ന് തീർച്ചയാണ്. വളരെ ഗൗരവത്തിൽ തന്നെ പോലീസ് ഇന്റലിജൻസ് വിഭാഗം ഇത് എടുത്തിട്ടുണ്ട്. അതുപോലെ NIA-യും IB-യും ഒക്കെ ഈ വിഷയത്തെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുന്നു. അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടും ഇക്കാര്യത്തിൽ ഈ SDPI-യുടെ സ്വാധീനം കേരള പോലീസിൽ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് കണ്ടെത്തി നടപടി സ്വീകരിച്ച് അതിന്റെ വേരോടെ ഈ സേനയ്ക്കുള്ളിൽ നിന്ന് പിഴുതു കളയണം എന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. അല്ലാത്ത പക്ഷം ഈ കേരള പോലീസിന്റെ ഏറ്റവും നാണം കെട്ട ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും ചെന്നെത്തി നിൽക്കുക. അത് പോലീസിന് വലിയ ദോഷവും ചെയ്യും.